പിന്നെ അതിൻ്റെ പുറകിൽ ഫോൺ ചാർജറുണ്ട്. USB-യുടെ സാധാരണ ടൈപ്പ് ഉള്ളതാണ്, സി അല്ല. പണ്ടത്തെ കാലത്ത് എല്ലായിടത്തും ഇതേ ടൈപ്പായിരുന്നു. പൊതുവെ എല്ലാം അങ്ങനത്തെ ടൈപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ സാധാരണ സിഗരറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ എയർ വെൻ്റ് ഉണ്ട്. എയർ വെൻ്റാണെങ്കിൽ ക്ലോസും ഓപ്പണിങ്ങും അങ്ങനെ സംഗതികളൊക്കെ പറ്റും. പിന്നെ ഇത് കാറിൻ്റെ കൂടെ വന്നതല്ലേ ഈ റബ്ബർ മാറ്റ്. ഈ കാറിൻ്റെ കൂടെ മാറ്റുകളൊന്നും വരില്ല, ഈ ഡീലർഷിപ്പുകാർ തന്നതാണ് ഈ മാറ്റ്. പിന്നൊരു വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റില്ലേ, ഈ സീറ്റിൻ്റെ അകത്ത് ഇവിടെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കയറ്റിയിരിക്കാം. അപ്പോൾ പുറകിലത്തെ റോയിലിരിക്കുന്നവർക്ക് കുറേ കൂടെ ലെഗ് റൂം കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകത ഇങ്ങനെ ഇതിൻ്റെ അകത്തുകളായിട്ട് എനിക്ക് തോന്നി. ഇത് വേണമെങ്കിൽ ഇത് ഏറ്റവും ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് ഇത്രയും നീക്കിയിടാം. പിന്നെ അത് ഈ സാധനത്തിൽ ഈ ലിവറിൽ പിടിച്ച് വലിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഈ സീറ്റിൻ്റെ ചെരിവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, കുറച്ചും കൂടി ചെരിച്ച് വെക്കാം. ഈ ലെവലിലും ചെരിഞ്ഞിരുന്ന് പോകാമെന്നുള്ളൂ. പിന്നെ നടുക്കൊരു കപ്പ് ഹോൾഡർ, 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ അത് ആംറസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നടുക്കിരിക്കുന്നവർക്ക് അധികം സ്പേസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ സ്പേസ് നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് നല്ലപോലെ എടുത്തിട്ടുണ്ട്. അപ്പം നടുക്കുള്ളവർക്ക് അത്ര സ്പേസ് പോരാന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ കാറിന് വീതിയുണ്ട്. വീതി ഒരു പ്രത്യേകതയാണ് ഈ കാറിൻ്റെ. ഏതാന്ന് പറയാൻ പറ്റില്ല. ഈ സെഗ്മെൻറ്റിലുള്ള കാറുകൾക്കെല്ലാം കുറച്ച് വീതി ഉണ്ടാകും. ഇതൊരു വുഡ് ഫിനിഷ് പോലത്തെ സാധനം ഇവിടെ ഡോറിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ ഒരു അലുമിനിയം ഫിനിഷ് ഡോർ ഹാൻഡിൽ. ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നുവാണെങ്കിലും പക്ഷേ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നു. പിന്നെ ഒരു റബ്ബറിൻ്റെ ഒരു സോഫ്റ്റ് ടച്ച്, റബ്ബർ പോലത്തെ ഒരു സോഫ്റ്റ് ടച്ച് ആണ് ഡോറിൻ്റെ പാനലിലുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ടച്ചാണ്. ഇവിടെ കണ്ട ഒരു പഞ്ഞി പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓട്ടോ സ്വിച്ചാണ്. ഒറ്റ താഴ്ത്തി അമർത്തി ഞെക്കി കഴിഞ്ഞാൽ ഒറ്റ ഞെക്കിൽ താഴേക്ക് വിൻഡോ താഴേക്ക് പോകും. അതേപോലെ തന്നെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ട് ഫുള്ള് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് തന്നെ മുകളിലേക്ക് പോകും ഒറ്റയടിക്ക്. അതിന് നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ഈ സൈഡിൽ. ഇത്രയും നാളും യൂബർ ഓടിച്ചിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇത് സ്പീക്കർ ഉണ്ട്. ഇത് ദൂരം തുറന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ ഇവിടെ ഇങ്ങനെ പാടൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇതിങ്ങനെ ഉണ്ട് പാടെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ തുറന്നു കുറച്ചും ഒക്കെ ഒത്തിരി. പിന്നെ ഈ ഡോറിൽ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഇങ്ങനെ ഫിംഗർ ഇതിൻ്റെ ഒത്തിരി പാട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ പാടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് ആവശ്യമില്ലെങ്കിൽ ഇതിങ്ങനെ വയ്ക്കാം. ഇതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ എന്ത് ലഗേജൊക്കെ വയ്ക്കുവാനാണെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് അത്ര പ്രശ്നം ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. സിഗരറ്റ് ലൈറ്ററിൻ്റെ സാധനമെന്ന് പറയുന്ന പോലത്തെ തന്നെ. അതുകൊണ്ട് അതിവിടെ ഞാനധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല, എന്നാലും ആ കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിലും കൊണ്ട് ഇങ്ങനെ വലിച്ച് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഡോറ് ഈ രണ്ടാമത്തെ ഡോറിന് നല്ല വീതിയുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല വീതിയുണ്ട്. ഹൈറ്റ് വലിയ കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം ഇതിൻ്റെ സൈഡിലുണ്ട്. പിന്നെ ഒത്തിരി നാളായിട്ട് ബീച്ച് കുറേ ചെളിയൊക്കെ ആയിട്ടുണ്ട്. പൊതുവേ എല്ലാവരും ഈ സൈഡിലാണ് യൂബറിൽ കയറുമ്പോൾ ഇരിക്കാറുള്ളത്. അപ്പം
ഇവിടെ ഇരുന്നിരുന്ന് കൂടുതൽ ചെളികളൊക്കെ വന്നിട്ടുണ്ട്. ക്ലോത്ത് സീറ്റാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് വെള്ളം ഒഴിച്ച് നല്ലപോലെ, വെള്ളമല്ല സ്പ്രേ വാട്ടറോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പോകും. ഞാനിത് ക്ലീൻ ആക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ കുറച്ച് എന്തൊക്കെയോ കറയൊക്കെ പറ്റിയായിട്ടിരിപ്പുണ്ട്. പിന്നെ ഇവിടെ ആരാണ്ട് എണ്ണ തേച്ച് കുളിച്ചിട്ട് കയറി വന്ന് തലയിലെ എണ്ണയൊക്കെ പോലെയൊക്കെ പറ്റിയിട്ടുണ്ട്. ക്ലോത്താണെങ്കിലും പക്ഷെ ഒരു കീറലോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ലെതറൊന്നും അല്ല. ലെതറൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ക്ലോത്ത് സീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരു ചൈൽഡ് ലോക്ക് ഉണ്ട് കേട്ടോ. ഈ കീ വെച്ചിട്ട് നമുക്കിങ്ങനെ തിരിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കാകും. അപ്പോൾ അകത്തുനിന്നും തുറക്കാൻ പറ്റാത്ത, ഇവിടെ നിന്നൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കില്ല. ഇവിടെ ഈ കാറിൻ്റെ കീ വെച്ചിട്ട് തിരിക്കാവുന്നുള്ളത്. ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അൺലോക്കാവും. ഇവിടെ ആൾക്കാരൊക്കെ സീറ്റ് ബെൽറ്റ് വെച്ച് അടച്ചത് കൊണ്ടുള്ള പാടുകൾ നോക്കി. ഇതൊരുപാട് അങ്ങനെ ഒത്തിരി പാടുകളൊക്കെ വരുത്തിയിട്ടുണ്ട്.